അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ടത് പരീക്ഷത്തിൻ്റെ ജന്മത്തിന് കാരണം എന്തുകൊണ്ടാണ് അഭിമന്യുവിൻ്റെ പത്നിയായ ഉത്തരാദേവിയുടെ ആ ഗർഭത്തിന് നേരെ പാഞ്ഞു വരുന്ന അതിഭീകരമായൊരു അസ്ത്രം, അത് അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രമാണെന്ന് മനസ്സിലാക്കുന്ന ഭഗവാൻ ഉത്തരയുടെ ഉദരത്തിലേക്ക് കടന്ന് ആ ബ്രഹ്മാസ്ത്രത്തെ ഇല്ലാതെയാക്കുകയും ആ ഗർഭത്തെ രക്ഷിക്കുകയും ചെയ്തു. അതിനു മുമ്പേ പാഞ്ചാലിയുടെ മക്കളെ കൊന്നു തള്ളി അശ്വത്ഥാമാവ്. ദ്രോണാചാര്യരുടെ പുത്രനാണ്, ബ്രാഹ്മണനാണ് ദ്രോണൻ. എന്നാൽ ദ്രോണാചാര്യർ ക്ഷത്രിയന്മാരെ പോലെ യുദ്ധം ചെയ്തു. എന്നാൽ ക്ഷത്രിയന്മാരെ പോലെയല്ല, അതിനും അപ്പുറം ക്ഷത്രിയ അധമനായി മാറി അശ്വത്ഥാമാവ്. പാണ്ഡവന്മാർ വിജയിച്ചപ്പോൾ ദുര്യോധനൻ ഭീമസേനന്റെ ഗദാപ്രഹരത്തിൽ തുടയിൽ തകർന്നു കിടക്കുന്ന ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ദുര്യോധനന്റെ കൂട്ടുകാരനായ അശ്വത്ഥാമാവ് തൻ്റെ കൂട്ടുകാരൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അതിൽ മനം നൊന്തിട്ടാണെങ്കിലും ചെയ്യരുതാത്തത്, ഒരിക്കലും അരുതാത്തത്, സുപ്തം ബാലം, ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് വെട്ടി കഴുത്ത് മുറിച്ചു. ആ കഴുത്തെടുത്ത് ദുര്യോധനന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ദുര്യോധനന് പോലും അത് തൃപ്തിയായില്ല. കാരണം ഒരാളും ചെയ്യാൻ പാടില്ലാത്ത അതിനീചമായൊരു പ്രവൃത്തി. പാഞ്ചാലി മാറത്തടിച്ചു കരഞ്ഞപ്പോൾ അശ്വത്ഥാമാവിൻ്റെ പ്രവൃത്തിയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞ അർജുനൻ തൻ്റെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണനോടുകൂടി രഥത്തിൽ കയറി യാത്രയായി. പ്രഖ്യാപിച്ചു, ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് അശ്വത്ഥാമാവിൻ്റെ ശിരസ് പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുവന്നിടും. ആ ശിരസിൽ കയറിയിരുന്ന് വേണം കുട്ടികളുടെ സംസ്കാരാദി കർമ്മങ്ങൾ ചെയ്യാൻ. അതേ തുടർന്ന് അശ്വത്ഥാമാവിനെ പിടികൂടാൻ ചെല്ലുമ്പോഴേക്കും അശ്വത്ഥാമാവ് അർജുനന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ചില ആളുകൾക്ക് അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു വിദ്യ അറിഞ്ഞാൽ അത് എല്ലാ സമയത്തും പ്രയോഗിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെയൊന്നും ഇത് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ്. ബ്രഹ്മാസ്ത്രം അത് പ്രയോഗിച്ചാൽ ലോകം മുഴുവൻ മുടിയുന്നതാണ്. എന്നാൽ ഈ അശ്വത്ഥാമാവിനെതിരെ തിരിച്ചെടുക്കാൻ സാധിക്കും, അതറിയൂല. പ്രയോഗിക്കാൻ മാത്രമേ അറിയുള്ളൂ, ഉപസംഹരിക്കാൻ അറിയില്ല. ഭഗവാൻ അർജുനോട് പറഞ്ഞു, അർജുന ഉടനെ തന്നെ മറ്റൊരു ബ്രഹ്മാസ്ത്രം അയക്കുക, രണ്ടിനെയും ഒരുമിച്ച് അർജുനെ ഉപസംഹരിക്കണം. അത് കേട്ടപ്പോൾ അർജുനൻ അത് ചെയ്തു. അശ്വത്ഥാമാവിനെ പിടികൂടി തൻ്റെ ആ രഥത്തിൻ്റെ തൂണിൽ കെട്ടിയിട്ട് കൊണ്ടുവന്ന് പാഞ്ചാലിയുടെ മുമ്പിലേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. പാഞ്ചാലി ഒന്നേ നോക്കിയുള്ളൂ. ആ ബ്രാഹ്മണനാണെന്നും ഇത് ഗുരുപുത്രനാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ മുച്യതാമേഷ, ഇദ്ദേഹത്തെ ഇപ്പം തന്നെ അഴിച്ചുവിടൂ. കാരണം ആ ദ്രോണഹ പ്രജാരൂപേണ വർത്തതേ എന്നാണ്. ഭഗവാൻ ദ്രോണഹ, നമുക്ക് അങ്ങക്ക് അസ്ത്രശസ്ത്രാദികളിൽ ഇത്രയും പ്രാവീണ്യം ഉണ്ടായെങ്കിൽ, അശ്വത്ഥാമാവിനെ പിടികൂടാൻ അങ്ങക്ക് സാധിച്ചുവെങ്കിൽ, ബ്രഹ്മാസ്ത്രത്തെ ഉപസംഹരിക്കാൻ അങ്ങക്ക് സാധിച്ചുവെങ്കിൽ, അത് ആ ദ്രോണാചാര്യരുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ദ്രോണാചാര്യർ യുദ്ധഭൂമിയിൽ വീരചരമം പ്രാപിച്ചു. ഇന്നും പത്നിയായ കൃപി സതി അനുഷ്ഠിക്കാതെ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ പുത്രനെ വിചാരിച്ചിട്ടാണ്. എൻ്റെ മക്കൾ മരിച്ചതിൽ എനിക്ക് വേദനയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ മറ്റൊരാളുടെ വേദന കൊണ്ട് എനിക്ക് എൻ്റെ വേദന തീരില്ല. നിർമ്മത്സരാണാം സദാം പറഞ്ഞില്ലേ, മാത്സര്യബുദ്ധി ആ പാഞ്ചാലിയിൽ ഒട്ടും തന്നെ ഉണ്ടായില്ല. അഴിച്ചുവിടൂന്ന് പറഞ്ഞു. പക്ഷേ ഭീമസേനൻ ഉറക്ക ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും പാടില്ല. ഇവൻ ബ്രാഹ്മണനാണെന്നോ ഗുരുപുത്രനാണോ എന്നുള്ള യാതൊരു തരത്തിലുള്ള ഔദാര്യത്തിനും ഇവൻ അർഹനല്ല. ആയുധമെടുത്തു വന്ന കുട്ടികളെ, ഉറങ്ങിക്കിടന്ന കുട്ടികളെ കൊന്നവനാണ്, ഇവനെ കൊല്ലുകയാണ് വേണ്ടത്. അർജുനൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഭഗവാന്റെ അടുത്ത്. ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മബന്ധുർ ന ഹന്തവ്യ, ബ്രാഹ്മണൻ കൊല്ലപ്പെടരുത്. എന്നാൽ ആതതായി വധാർഹണ, ആയുധമെടുത്തു വരുന്ന ആളെ കൊല്ലുക തന്നെ വേണം, അവൻ അതിന് അർഹനാണ്. ഇത് രണ്ടും ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഭീമസേനനും പാഞ്ചാലിക്കും എനിക്കും പ്രിയമായത്, ഹിതമായത് ചെയ്തോളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴോ അർജുനന് കാര്യം മനസ്സിലായി. ആ അശ്വത്ഥാമാവിനെ വിരൂപനാക്കി അവിടുന്ന് പറഞ്ഞയച്ചു. എന്നിട്ടോ ആ അശ്വത്ഥാമാവാണ് ഇപ്പതാ ഉത്തരാഗർഭത്തിന് നേരെ വീണ്ടും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്.
തനിക്ക് കിട്ടിയ ജീവിതം പാഞ്ചാലിയുടെ, ശ്രീകൃഷ്ണൻ്റെ, അർജുനൻ്റെ ഒക്കെ ഔദാര്യമാണ് എന്നറിഞ്ഞ് നമ്മൾ പറയാറില്ലേ, നല്ലവനായി ജീവിക്കേണ്ടുന്നതിന് പകരം ആ പകയുടെ പുക ഉള്ളിൽ സൂക്ഷിച്ചും കൊണ്ട് അവിടുന്ന് ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിച്ചു. ഉത്തരാദേവി ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ വിജയന് വിജയക്കൊടി പാറിക്കാൻ ആ കുരുക്ഷേത്ര ഭൂമിയിലെ വിജയം സമ്മാനിച്ച് ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഉത്തര വന്ന് കാക്കൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, ഭഗവാനെ, അവിടുന്നല്ലാതെ എനിക്ക് മറ്റൊരു രക്ഷയില്ല. അടിയൻ്റെ ഗർഭത്തെ ഇല്ലാതെയാക്കാൻ അവിടുന്ന് തന്നെ വന്ന് വേണ്ടത് ചെയ്യണേ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 9, 10 എന്നീ ശ്ലോകങ്ങൾ. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാന്യം ത്വദഭയം വശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്തായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യത. ഗർഭിണികള് പ്രത്യേകിച്ചും ജപിക്കേണ്ടുന്ന മഹാമന്ത്രമാണ് ഈ 2 ശ്ലോകങ്ങൾ. ഭഗവാൻ ഇത് ആ പ്രാർത്ഥനയെ സ്വീകരിച്ചും കൊണ്ട് ഉത്തരാദേവിയുടെ ഉദരത്തിലേക്ക് കടന്ന് ആ ഉണ്ണിയെ രക്ഷിച്ചു ഉത്തമശ്ലോകനായ ഭഗവാൻ. ഇത് കണ്ടപ്പോൾ കുന്തിദേവി, തൻ്റെ സഹോദരപുത്രനാണ് കൃഷ്ണൻ, ആ നിലയ്ക്കാണ് കണ്ടിട്ടുള്ളത്. അച്ഛമ്മങ്ങളെന്ന് വിളിച്ചാണ് ഉണ്ണി എപ്പോഴും തൻ്റെ അടുത്തേക്ക് വരാറുള്ളത്. പക്ഷെ തനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം, ഇത് ദേവകീപുത്രൻ മാത്രമല്ല, അഖിലദേഹിനാം അന്തരാത്മദൃക് എന്ന് തനിക്ക് അറിയാതെയല്ല. പക്ഷേ ഭഗവാന്റെ മായയിൽ മോഹിച്ച് അങ്ങനെ തോന്നാറില്ല പലപ്പോഴും. ആ സ്നേഹത്തോടുകൂടി പുഞ്ചിരിച്ചും കൊണ്ട് ആ മരതകമണി വർണ്ണം വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ സ്വന്തം ഉണ്ണി, ധർമ്മപുത്രരെ പോലെ, ഭീമനെ പോലെ, അർജുനെ, നകുലിനെ, സഹദേവനെയൊക്കെ പോലെ എൻ്റെ ഉണ്ണി എന്നേ തോന്നാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ രീതിയിൽ ഉത്തരാദേവിയുടെ ഗർഭത്തെ രക്ഷിച്ചപ്പോൾ അച്ഛനില്ലാത്ത ഉണ്ണിയായിട്ടാണ് ആ ഉണ്ണി പിറക്കാൻ പോണത്. പക്ഷേ ആ ഉണ്ണിക്കൊരു അച്ഛനുണ്ട്, ആ ഉണ്ണിക്കൊരു നാഥനുണ്ട് എന്ന് കാണിച്ചും കൊണ്ട് ഭഗവാൻ രക്ഷിച്ചില്ലേ. ഈ രക്ഷ വലിയ സന്തോഷത്തിലേക്ക് കുന്തിദേവിയെ എത്തിച്ചു. കുന്തിദേവി സ്തുതിച്ചു. കുന്തിദേവിയുടെ സ്തുതിയിലെ വളരെ മഹത്വമേറിയ ഭാഗം എന്താ? ഭഗവാനെ, എനിക്ക് ആപത്തുകളെ തരണേ എന്നാണ്. ഇങ്ങനെ ആരെങ്കിലും സ്തുതിക്കാറുണ്ടോ? ഈ കുന്തിയുടെ പന്തിയിലിരിക്കാൻ ഒരാളെ പോലും നമുക്ക് കിട്ടില്ല. നമ്മളൊക്കെ എന്താ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്? ആപത്തുകൾ ഇല്ലാതെയാക്കി തരണേ. കുന്തിദേവിയോ വിപദസന്തു, വിപത്തുക്കൾ ഉണ്ടാവണേ. എന്തിനാണ്? ആ വിപത്തുക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ തിരിച്ചറിയും. കാരണം ആപത്തുണ്ടാവുമ്പോൾ ഞാൻ ഭഗവാനെ വിളിക്കും, ഭഗവാൻ ഓടി വന്ന് എന്നെ രക്ഷിക്കും. അപ്പം അവിടുത്തെ ദർശനമാകുന്ന സമ്പത്ത് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ ആപത്ത് ഏറ്റവും വലിയ സമ്പത്താണ്. എന്നാൽ ഏറ്റവും വലിയ സമ്പത്തോ ഭൗതികമായ സമ്പത്തുണ്ടാവുമ്പോൾ ഭഗവാനെ മറക്കും എന്നുള്ളത് കൊണ്ട് ആ സമ്പത്തിന് അർത്ഥം എന്ന് പേരുണ്ടെങ്കിലും അത് അനർത്ഥമാണ്, ഏറ്റവും വലിയ ആപത്തുമാണ്. അതുകൊണ്ട് അത് വേണ്ട, എനിക്ക് എന്തേ വേണ്ടൂ? ആപത്തുക്കളെ തരൂ. അവിടുത്തെ ദിവ്യമായ ഈ ലീല, ഈ കപട മാനുഷവേഷം എനിക്ക് പലപ്പോഴും ദേവകീദേവിയെയും യശോദയെയും രക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഓരോ തവണയും എന്നെയും എൻ്റെ കുട്ടികളെയും രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം സത്യത്തിൽ വിഷാൻ മഹാഗ്നേ പുരുഷാദ ദർശനാലസൽസഭായ വനവാസ കൃച്ഛ്രത, ഓരോ സന്ദർഭത്തിലും വനവാസത്തിൻ്റെ സമയത്ത്, ദ്രൗപദിയുടെ മാനം ദുശാസനൻ അപഹരിക്കാൻ പുറപ്പെട്ട സമയത്ത്, ഭീമസേനനെ ആ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ സമയത്ത്, അതേപോലെ അരക്കില്ലത്തിൽ ചുട്ടുകൊല്ലാൻ നോക്കിയ സമയത്ത്, ദുർവാസസിൻ്റെ ശാപത്തിൽ നിന്ന് ഓരോ സമയത്തും എന്നെ രക്ഷിച്ചത് അവിടുന്നാണ്. അതുകൊണ്ട് ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഞാനിതാ വീണ് നമസ്കരിക്കും. അടിയൻ്റെ മോഹം എന്താണ്? ഇപ്പോൾ അടിയനാകുന്ന ഭക്തി നദി അവിടുന്നാകുന്ന കരുണാസമുദ്രത്തിലേക്ക് അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കണേ എന്ന് ഒരൊറ്റ പ്രാർത്ഥന. ഈ വൃഷ്ടികളിലും പാണ്ഡവന്മാരിലുമുള്ള എൻ്റെ സ്നേഹമാകുന്ന ആ പാശത്തെ മുറിച്ചു തരണേ. ഇങ്ങനെ കുന്തിദേവി സ്തുതിച്ച ഭഗവാൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ
കുന്തിദേവിക്ക് വീണ്ടും ഇത് വസുദേവപുത്രൻ മാത്രമാണ് എന്ന് തോന്നലുണ്ടാക്കി ഭഗവാൻ. അല്ലെങ്കിൽ തൻ്റെ ലീലകളുടെ മാധുര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അത്തരത്തിൽ ചെയ്തത്. പിന്നീട് ഭഗവാൻ പാണ്ഡവന്മാരോടുകൂടി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അവിടെ ആ ധർമ്മപുത്രരോടും കൂടി, അതേപോലെ ഭീമസേനൻ, നകുലൻ, സഹദേവൻ, അർജുനൻ എന്നിവരോടുകൂടി നേരെ ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് പോണു. ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് എന്തിനാ പോണത്? ഭീഷ്മപിതാമഹനെ അനുഗ്രഹിക്കണം. ഭീഷ്മപിതാമഹനിലൂടെ ധർമ്മപുത്രരുടെ ഉള്ളിലെ അജ്ഞാനത്തെ ഇല്ലാതെയാക്കണം. ഇത് ആണ് അവിടുത്തെ വലിയ താല്പര്യം. അതുകൊണ്ട് ഭീഷ്മപിതാമഹൻ ഉത്തരായനം കാത്തു കിടക്കുകയാണ്. ശരശയ്യയിൽ ഉത്തരായനം മാത്രമല്ല കാത്തു കിടക്കുന്നത്, ഉത്തമസ്വരൂപനായ ഭഗവാനെ കാത്തു കിടക്കുകയാണ്. ഇത് ഭഗവാന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോഴോ അവിടെ വേണ്ടതുപോലെ നിരവധിയായിരിക്കുന്ന ഋഷീശ്വരന്മാര് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ആ ശ്രീകൃഷ്ണനെ കണ്ട ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ ആ ശരീരം നുറുങ്ങുന്ന വേദനയോടുകൂടി കിടക്കുകയാണെങ്കിലും ഭഗവത് ദർശനം അങ്ങോട്ട് ഉണ്ടായതോടുകൂടി എല്ലാ വേദനയും മാറി. ഹൃദയസ്ഥം പൂജയാമാസ, ആ വേദസ്വരൂപനെ ഹൃദയത്തിൽ പൂജിച്ചു. അത്രേ സാധിക്കുള്ളൂ. അല്ലാതെ ദ്രവ്യങ്ങളൊന്നുമില്ല. ജലഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യാദികൾ ഒന്നും തന്നെയില്ല. പക്ഷേ ആ ഹൃദയം കൊണ്ട് ഭഗവാനെ പൂജിച്ചു. ആ പൂജ സ്വീകരിച്ചു ഭഗവാൻ. ധർമ്മപുത്ര മഹാരാജാവിനോട് ഭീഷ്മര് പറഞ്ഞു, ഉണ്ണിയുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. യുദ്ധത്തിൽ നിരവധി ആളുകളെ കൊന്ന് ഈ രാജ്യം ഭരിച്ചു എന്നുള്ള തോന്നലല്ലേ? ആ വലിയ പാപത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള തോന്നലല്ലേ? വിഷമിക്കേണ്ട. കാരണം ഉണ്ണി രാജാവ്, അതേപോലെ തന്നെ ഭീമസേനൻ ഗദാധാരിയായിട്ടൊപ്പം, അതേപോലെ ഗാണ്ഡീവധാരിയായ അർജുനൻ, നിങ്ങളുടെ കൂട്ടുകാരനായി കൃഷ്ണൻ, എന്നിട്ടും നിങ്ങൾക്ക് പലപ്പോഴും ആപത്തുകൾ ഉണ്ടായില്ലേ? അപ്പൊ ഈ ആപത്തും സമ്പത്തും ഒക്കെ ഭഗവാന്റെ സങ്കല്പമാണ് എന്ന് മനസ്സിലാക്കൂ. അജ്ഞാനത്തെ ഉപേക്ഷിക്കൂ. ഏഷവൈ ഭഗവാൻ സാക്ഷാൽ ആദ്യോ നാരായണ പുമാൻ. ആദ്യപുരുഷനായിരിക്കുന്ന ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് പല ലീലകളാടുന്നു. അത്രേ വിചാരിക്കാവൂ. ഭഗവാന്റെ സങ്കല്പമാണ് ഈ ലോകത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ് ധർമ്മപുത്രരെ അജ്ഞാനത്തിൽ നിന്ന് മോചിപ്പിച്ച് ആനന്ദസ്വരൂപനായ ഭഗവാനെ ഗംഭീരമായിട്ട് അവിടെ സ്തുതിച്ചു. പറഞ്ഞു, അവിടുത്തെ ദിവ്യമായ സ്വരൂപം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനസൂതനായി എൻ്റെ മുമ്പിലേക്ക് വന്നു നിന്നില്ലേ? അങ്ങനെ അർജുനൻ്റെ വാക്ക് കേട്ട് രഥത്തെ മുമ്പിലേക്ക് കയറ്റി നിർത്തി എതിർപക്ഷത്തുള്ള എല്ലാവരുടെയും ആയുസ്സിനെ തൻ്റെ ഒരു ഈക്ഷണം കൊണ്ട്, തൻ്റെ നോട്ടം കൊണ്ട് അപഹരിച്ച ആ കാരുണ്യസ്വരൂപനിൽ എനിക്ക് ഹേ വിജയസഖേ രതിരസ്തുമേനവദ്യ, എനിക്ക് എന്നെന്നും രതിയുണ്ടാവണേ പറഞ്ഞു. യുദ്ധഭൂമിയിൽ ആയുധമെടുക്കില്ല എന്ന് അങ്ങയെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്ന് ഞാൻ. എന്നിട്ടോ അവിടുന്ന് ആയുധം എടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വനിഗമപഹായ മൽപ്രതിജ്ഞാമധികർത്തൃമവപ്ലുതോ രഥസ്ഥ ധൃതരഥചരണോഭ്യയാച്ചലുർഗുർ ഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയ. എൻ്റെ അടുത്തേക്ക് എങ്ങനെയാ വന്നത്? ആനയെ കൊല്ലാൻ വരുന്ന സിംഹത്തെ പോലെ. അവിടുന്ന് വളരെ ദേഷ്യത്തോടുകൂടി എൻ്റെ അടുത്തേക്ക് വന്നുവെങ്കിൽ ഞാൻ അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും അഭിനയം മാത്രമാണ്. അങ്ങനെയാണ് കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ സ്വഭാവം അല്ലെങ്കിൽ അയാളുടെ ആ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ എപ്പോഴും കറുത്ത കണ്ണട വെച്ച് നടക്കും. കണ്ണ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തേക്ക് ചിരിയാണ്, അകത്തൊട്ടും തന്നെ ചിരിയില്ല. അത് കണ്ണിലൂടെ മനസ്സിലാവും. ഇവിടെ കണ്ണിലേക്ക് ഭീഷ്മപിതാമഹൻ നോക്കി. ഇവിടെ പുറത്ത് വല്ലാത്ത ദേഷ്യം, ക്രോധമാണ്. പക്ഷേ ആ കണ്ണുകളിൽ കാരുണ്യം വർഷിക്കും കണ്ണൻ്റെ കണ്ണുകൾ കണ്ടുവല്ലോ ഭീഷ്മർ ധന്യനായി. ഭീഷ്മപിതാമഹന് ഒരു ധന്യത. എൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ടല്ലേ ഭഗവാൻ ഇങ്ങനെ ചെയ്തത്? അതൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാനിൽ എനിക്ക് എന്നെന്നും രതിയുണ്ടാവണേ
എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. സമധിഗതോസ്മി വിധൂതഭേദമോഹ. ആ ഭേദബുദ്ധിയില്ലാതെ ആ അദ്വൈതമൂർത്തിയിൽ എന്നെന്നും ഭക്തി ഉണ്ടാവണേ, ആ ഭഗവാനിലേക്ക് എനിക്ക് ചേരാൻ സാധിക്കണേ എന്ന് പറഞ്ഞ് തൻ്റെ ശ്വാസത്തെ ഉപരമിച്ചു എന്നാണ്. അദ്ദേഹം സ്വച്ഛന്ദമൃത്യു എന്ന സിദ്ധിയുള്ള ആളാണ്. അതുകൊണ്ട് അവിടുന്ന് ആ രീതിയിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. ധർമ്മപുത്ര മഹാരാജാവ് ഭീഷ്മപിതാമഹൻ്റെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ നടത്തി ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. ഈ സന്ദർഭത്തിൽ അധകാല ഉപാവൃത്തെ കുമാരസമജായത. ആ സമയത്ത് സമയമെത്തിയപ്പോൾ ഉത്തരാദേവി ഒരു ഉണ്ണിക്ക് ജന്മം കൊടുത്തു. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ ഉണ്ണിക്ക് വിഷ്ണുരാധൻ എന്ന് പേര്. പിന്നെ ജീവിതത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നെ ഭഗവാനെ കണ്ടതുകൊണ്ട് എല്ലാവരിലും ആ ഭഗവത് ചൈതന്യത്തെ അന്വേഷിക്കുന്നു, പരീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഉണ്ണിയെ പരീക്ഷിത്ത് എന്നും വിളിച്ചു. ഋഷീശ്വരന്മാർ ആ ഉണ്ണിയുടെ ജന്മത്തിൽ വന്ന് ജാതകർമ്മം ചെയ്തു, നാമകരണം ചെയ്തു. അവിടെ ധർമ്മപുത്രരോട് പറഞ്ഞു, ഈ ഉണ്ണി മഹാശ്രേഷ്ഠനായിട്ട് തീരും, യാതൊരു സംശയവുമില്ല, സാക്ഷാൽ ഭഗവാന് തുല്യനാണ്. തന്നെയുമല്ല, ഏറ്റവും ഒടുവിൽ തക്ഷകദംശനമേറ്റ് മരണം എന്ന് കേട്ടപ്പോൾ ധർമ്മപുത്രക്ക് വല്ലാത്ത വിഷമായി. അപ്പോൾ പറഞ്ഞു, വിഷമിക്കേണ്ട, ഈ സന്ദർഭത്തിലാണ് ശ്രീശുക ബ്രഹ്മർഷിയിൽ നിന്നും ഭാഗവതത്തെ സ്വീകരിക്കുക. ആ ഭാഗവതത്തെ സ്വീകരിച്ച് പരമഭാഗവതനായി ആ പരമപദത്തിലേക്ക് എത്തും എന്ന് കേട്ടപ്പോൾ സമാധാനായി, തൃപ്തിയായി. അങ്ങനെ പരീക്ഷിത്ത് വളരുന്നു. പരീക്ഷിത്ത് വളർന്ന് യൗവനത്തിലേക്കൊക്കെ എത്തുന്ന സന്ദർഭത്തിലാണ് ഭഗവാന്റെ സ്വധാമഗമന വാർത്ത സാക്ഷാൽ വിതുരമഹാശയൻ യമുനാതീരത്ത് വെച്ച് ഉദ്ധവനിൽ നിന്ന് അറിയുന്നത്. എന്നാൽ വിതുരൻ പാണ്ഡവന്മാരുടെ അടുത്ത് വന്നിട്ടും ഈ കഥ പറഞ്ഞില്ല. പക്ഷേ ദ്വാരകയിലേക്ക് പോയ അർജുനൻ തിരിച്ച് വന്ന് നിറഞ്ഞ കണ്ണുകളോടെ കണ്ണനാമുണ്ണിയുടെ സ്വധാമഗമനത്തെക്കുറിച്ച് പറഞ്ഞു. ഭഗവാൻ ഈ ലോകത്തെ പരിത്യജിച്ച് നിജലോകത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് പോയിരിക്കുന്നു. ആ ഭഗവാന്റെ കാരുണ്യം ആലോചിക്കും തോറും അർജുനൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഹേ പാർത്ഥ, ഹേ അർജുന, ഹേ കുരുനന്ദന എന്നുള്ള ഭഗവാന്റെ ആ സംബോധനകൾ ഇപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അന്ന് എന്നെ വിളിച്ചപ്പോഴൊക്കെ ഞാൻ ആനന്ദിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ എനിക്ക് വല്ലാത്ത വേദന. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയിരിക്കുന്നു. ആ ഭഗവാനെ വേണ്ടതുപോലെ നമ്മൾ ആരും മനസ്സിലാക്കിയില്ലല്ലോ എന്നാണ്. സത്യത്തിൽ നമ്മുടെ കൂട്ടുകാരനായി, നമ്മുടെ സാരഥിയായി, നമ്മുടെ ദൂതനായി ഒക്കെ മാറിയ ആ ഭഗവാൻ സ്വധാമത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. യാദവന്മാർ പരസ്പരം തല്ലുകൂടി നശിച്ചിരിക്കുന്നു എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു. ധർമ്മപുത്രർക്ക് മനസ്സിലായി ഭഗവാന്റെ അവതാരോദ്ദേശം പൂർത്തിയായി. ഭഗവാൻ പോയി എങ്കിൽ ധർമ്മദേവന്റെ അവതാരമായ താനും, വായുവിൻ്റെ അവതാരമായിരിക്കുന്ന ഭീമനും, അതേപോലെ ദേവേന്ദ്രൻ്റെ അവതാരമായിരിക്കുന്ന ആ അർജുനനുമൊക്കെ തിരിച്ചു പോവേണ്ട സമയമായി. മഹാപ്രസ്ഥാനം വഴി ഭഗവാനിലേക്ക് എത്തുക, പരീക്ഷത്തിനെ ചക്രവർത്തിയാക്കി അഭിഷേകം ചെയ്യുക എന്നുള്ളത് ഉറപ്പിച്ചു. മഹാപ്രസ്ഥാനം വഴി ഭഗവാന്റെ ലോകത്തിലേക്ക് പാണ്ഡവന്മാർ എത്തിച്ചേരുകയും ചെയ്തു. പിന്നീട് പരീക്ഷിത്താണ് രാജ്യം ഭരിച്ചത്. പരീക്ഷത്തിൻ്റെ രാജ്യഭരണം തൻ്റെ പൂർവികന്മാരെ പോലെ തന്നെ വളരെ ശ്രേഷ്ഠമായതാണ്. ഭഗവത് ഭക്തിയോടുകൂടി പ്രജകളെ സ്വന്തം മക്കളെ പോലെ കണ്ടുകൊണ്ട് പരീക്ഷിത്ത് രാജ്യം ഭരിച്ചു. അങ്ങനെ രാജ്യഭരണത്തിനിടയിൽ അദ്ദേഹം വേഷപ്രച്ഛന്നനായി ഒരു ദിവസം നാട്ടിലൂടെ പല ദേശങ്ങളും സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ്. ഇതിനാ വേഷപ്രച്ഛന്നനാവണത്? പ്രജകളുടെ ഉള്ളിലുള്ള ആ വികാരം മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അവർക്ക് ഭരണത്തിൽ എന്തെങ്കിലും അതിർത്തിയുണ്ടോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, അതോ അവർക്ക് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങളുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടി അവിടുന്ന് പരീക്ഷിത്ത് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ചെല്ലുമ്പോൾ സരസ്വതി നദിയുടെ തീരത്ത് അത്ഭുതകരമായൊരു കാഴ്ച കാണുകയാണ് പരീക്ഷിത്ത്. ആ കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഒരു പശുവും ഒരു കാളയും
പശു തൻ്റെ വായിലേക്ക് വെച്ച പുല്ല് ചവയ്ക്കാൻ പോലുമാകാതെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ആ കാളയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കാളയുടെ അവസ്ഥയോ, കാളയുടെ 3 കാലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറിച്ച് ഒരു കാലിലാണ് കാള നിൽക്കുന്നത്. സത്യം, ശൗചം, ദയാ, ശാന്തി, ത്യാഗ, സന്തോഷ, ആർജവം, തപസാമ്യം, തിദിക്ഷോപരതിശ്രുതം എന്നൊക്കെ ആ ഭൂമിദേവിയാകുന്ന പശു ധർമ്മദേവനാകുന്ന കാളയോട് പറയുകയാണ് എന്ന് തൻ്റെ ആ അനിതര സാധാരണമായ ബുദ്ധിവൈഭവം കൊണ്ട് ഈ പരീക്ഷത്തിന് മനസ്സിലായി. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാഴ്ച കൂടി അവിടെ ഉണ്ടായി. അത് ശൂദ്രനായ ഒരാൾ, രാജവേഷം ധരിച്ചിട്ടുണ്ട്, ക്ഷത്രിയനെ പോലെ വേഷം കെട്ടിയ ഒരാൾ തൻ്റെ കയ്യിലുള്ള ദണ്ടുകൊണ്ട് ഈ കാളയുടെ അവശേഷിച്ച 4ാമത്തെ കാലുകൂടി തകർത്തെറിയാൻ പോകും. പരീക്ഷിത്ത് പിന്നെ നോക്കി നിന്നില്ല, വാളുങ്ങട് ഊരി ഇവനെ ഇല്ലാതെയാക്കുക, ഈ രാജവേഷധാരിയെ, ഇവൻ ചെയ്യുന്ന അധർമ്മമാണ്, അതുകൊണ്ട് ഇവനെ ഇവിടെ തന്നെ വെട്ടി നുറുക്കാൻ തീർച്ചപ്പെടുത്തി വാളുങ്ങട് എടുത്തു വന്നു. ഉടനെ തന്നെ അവൻ ഓടാൻ തുടങ്ങി. പരീക്ഷിത്ത പിന്നാലെ എവിടെ പോണു അവിടെ മുഴുവൻ പരീക്ഷിത്തിനെ കണ്ട് പേടിച്ച് അവസാനം ആ പരീക്ഷിത്തിൻ്റെ കാക്കൽ വീണ് നമസ്കരിച്ചു ആ രാജവേഷധാരി. പരീക്ഷിത്ത് പറഞ്ഞു, എഴുന്നേൽക്ക്, നിന്നെ ഞാൻ കൊല്ലണില്ല, പക്ഷേ ഒരു ഉറപ്പ് എനിക്കിപ്പോൾ കിട്ടണം, എൻ്റെ രാജ്യത്ത് നിന്നെ കാണാൻ പാടില്ല. പറഞ്ഞു, അങ്ങക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ കലിയാണ്, യുഗദേവതയാണ്. അപ്പം എനിക്കിരിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം തരൂ, ഞാൻ യുഗത്തിൻ്റെ ദേവതയല്ലേ, നിങ്ങൾ അധർമ്മം എന്ന് പറയുന്നത് യുഗത്തിൻ്റെ ധർമ്മമാണ്. ഇത് കേട്ടപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, എങ്കിൽ ഞാൻ നിനക്ക് ഇരിക്കാനായി 4 സ്ഥലം തരാം. ഈ 4 സ്ഥലത്തല്ലാതെ നിന്നെ കാണാൻ പാടില്ല. വേറെ എവിടെയെങ്കിലും നിന്നെ കണ്ടാൽ നിന്റെ കഴുത്ത് ഞാൻ മുറിച്ച് താഴെയിടും. ഇപ്പം കാണിക്കുന്ന ഔദാര്യം ഇനി ഉണ്ടാവില്ല എന്ന് ചുരുക്കം. അവിടെ കലി പറഞ്ഞു, എങ്കിൽ ഇരിക്കാൻ എനിക്ക് 4 സ്ഥലങ്ങൾ കൽപ്പിച്ചു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ ദ്യൂതം പാനം സ്ത്രീയസൂന, ഇതാണ് 4 സ്ഥാനങ്ങൾ അനുവദിച്ചു കൊടുത്തത്. ഒന്ന് ദ്യൂതം, ചൂതുകളി, അല്ലെങ്കിൽ ചൂതുകളിയാവാം, കുതിരപ്പന്തയാവാം, ചീട്ടുകളിയാവാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഭാഗ്യക്കുറി എടുക്കലാവാം. ഇതൊക്കെ ഒരു തരത്തിൽ ഒരു തട്ടിപ്പാണ് അല്ലേ? നമ്മൾ പണിയെടുത്തിട്ടാണ് സത്യത്തിൽ നമുക്ക് പണമൊക്കെ കിട്ടേണ്ടത്. അപ്പം ഇങ്ങനെ ഈ രീതിയിലൊക്കെ എവിടെയാണോ ചൂതുകളി നടക്കുന്നത്, ദ്യൂതം, അവിടെ കലിയുണ്ട്, അങ്ങോട്ട് പോകരുത്. അടുത്തതായി പാനം, അവിടെ കലിയുണ്ട് എന്നുള്ള കാര്യം ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. എന്ത് പാനാണ്? വെറും ജലപാനമല്ല, ജലം തന്നെയാണ്. അതിന് വെള്ളം എന്ന് പറയും, മദ്യപാനം. അതെവിടെയാണോ നടക്കുന്നത് അവിടെ കലിയുണ്ട്. ആലോചിച്ചു നോക്കൂ, വളരെ കൃത്യമാണ് ഈ പറയുന്നതൊക്കെ. 3ാമത്തേത് സ്ത്രീകൾ. കനകം മൂലം കാമിനി മൂലം ഉലകിൽ പലവിധ കലഹം സുലഭം എന്ന് കുഞ്ചൻ നമ്പ്യാർ ഭംഗിയായിട്ട് ഇതിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 3ാമത്തെ സ്ഥാനമാണ് സ്ത്രീ, അല്ലെങ്കിൽ പരസ്ത്രീ പരപുരുഷ ബന്ധം എവിടെയുണ്ടോ അവിടെ കലി ബാധിച്ച സ്ഥലം. 4ാമത്തെ സ്ഥലമാണ് സൂന, ഹിംസ. പല രീതിയിൽ നമ്മൾ പലരെയും ഹിംസിക്കാറുണ്ട്. ഇത് ചിലപ്പോൾ മനസ്സിൽ തോന്നുന്ന വാക്കുകൾ പറഞ്ഞിട്ടാവാം, പിന്നെ പല രീതിയിലുണ്ടാവാം. ഇങ്ങനെയുള്ള ഹിംസകൾ എവിടെയുണ്ടോ അവിടെ കലിയുണ്ട്. ഈ 4 സ്ഥാനങ്ങൾ കൊടുത്തപ്പോൾ അവിടെ പുനശ്ചയാജമാനായ കലി പറഞ്ഞു, ഇത് പോരാ, എന്തെങ്കിലും ഒരു സ്ഥലം കൂടി കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതാണത്രേ ധനം, സമ്പത്ത് എന്നുള്ളത്. അവിടെ അതുകൂടി കിട്ടിയതോടുകൂടി കലിക്ക് സമാധാനമായി. ആളുകളൊക്കെ ഞാൻ പിടിച്ചോളാം, ഇതിൻ്റെ അടുത്തേക്ക് വന്നാൽ പിടികൂടാം എന്ന് തീർച്ചപ്പെടുത്തി. അപ്പോൾ അന്ന് മാത്രമല്ല, ഇന്നും നമുക്ക് ഉറപ്പാണ്, ഈ ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിന് താഴേക്ക് അതിൻ്റെ മൂലകാരണം അന്വേഷിച്ചു പോയാൽ നമുക്ക് മനസ്സിലാവും, അവിടെ കലിയുണ്ട്, കലിബാധയുണ്ട്. അങ്ങനെ കലിയെ കൊല്ലാതെ വിട്ടു. കാരണം എന്താ? കലിയിൽ വലിയൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ, കലികാലത്ത് ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം മുക്തി കിട്ടും. മറ്റു യുഗങ്ങളിൽ ധ്യാനം, യാഗം, പൂജ എന്നീ വിധികളിലൂടെയാണ് ഭഗവാനെ ലഭിച്ചിരുന്നതെങ്കിൽ ഇവിടെ കലിയുഗത്തിൽ വളരെ എളുപ്പത്തിൽ കരതലാമലകം പോലെ, ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ നമുക്ക് അതിനെ
ലഭിക്കും എന്ന് കാണിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ അതുകൊണ്ട് സാരഗ്രാഹിയാണ് പരീക്ഷിത്. കലിയെ നിഗ്രഹിച്ചില്ല, നിയന്ത്രിച്ചു. കലി പറഞ്ഞു, ഈ ഭാഗത്ത് വിട്ട് ഞാൻ എവിടെയും ഉണ്ടാവില്ല, ഇവിടെ വരുന്ന ആളുകളെ ഞാൻ പിടികൂടും. അവിടെ പറഞ്ഞു പരീക്ഷിത്ത്, എങ്കിൽ കുഴപ്പമില്ല, കലിയെ തേടി പോകുന്ന ആളുകളെ കലി ബാധിക്കും, എന്നാൽ ഹരിയെ തേടി പോകുന്ന ആളുകളെ കലി ബാധിക്കുകയുമില്ല. ഇത്തരത്തിൽ ആ കലിയെ നിയന്ത്രിച്ചു. എന്നാൽ തൻ്റെ കലിയെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്മൾ പറയും ദേഷ്യം വരുമ്പോൾ, അല്ലേ, എനിക്ക് കലി കയറിയിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറയും. ഇവിടെ പരീക്ഷത്തിന് എങ്ങനെയാണ് കലി കയറിയത്? പരീക്ഷത്തെ കാട്ടിൽ നായാട്ടിന് പോയി. നായാട്ട് അവിടെയും നിരപരാധികളായ മൃഗങ്ങളെ കൊല്ലുക എന്നുള്ള പ്രവൃത്തിയുണ്ട്. രാജാവിന് ധർമ്മമാണ് നായാട്ട്, എങ്കിൽ പോലും ആ തരത്തിൽ കലി ബാധിച്ചു. നായാട്ടിന് പോയി. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ വല്ലാത്ത ദാഹം. അദ്ദേഹം ഒരു ആശ്രമം കണ്ടു. ആ ആശ്രമത്തിൽ കയറി അവിടെ ഇരിക്കുന്ന ധ്യാനനിരതനായിരിക്കുന്ന മഹർഷിയുടെ അടുത്ത് വെള്ളം ചോദിച്ചു. മഹർഷി ധ്യാനത്തിലാണ്, മഹർഷി ഇത് അറിയുന്നത് പോലുമില്ല. പരീക്ഷത്തിന് ദേഷ്യം വന്നു. നോക്കൂ, അവിടെ കലി ബാധിച്ചു എന്ന് മാത്രമല്ല, ഒരു ഗുരുതുല്യനായ ഒരാളെ അപമാനിക്കുക കൂടി ചെയ്തപ്പോൾ അത് കലിയുടെ ഏറ്റവും വലിയ ആ സംഹാര താണ്ഡവത്തിന് കാരണമായിട്ട് തീർന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ ശമീക മഹർഷിയുടെ കഴുത്തിൽ അദ്ദേഹം ഒരു ചത്ത പാമ്പിനെ ആ മാല പോലെ അണിയിച്ച് തിരിച്ചു പോകും. നമുക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. ദേഷ്യം വന്നു കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിശ്ചയമില്ല. ഇവിടെ കേവലം ആ ദേഷ്യം മാത്രമാണ് അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. പരീക്ഷിത വിഷ്ണു ഭക്തനാണ്, ഭഗവത് പ്രിയനാണ്, ഭഗവാനും പ്രിയപ്പെട്ട ആളാണ്. എങ്കിലും അദ്ദേഹത്തിൽ പോലും കലി ബാധിച്ചു എന്ന് പറയുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം തിരിച്ചു പോന്നു. ആലോചിച്ചു നോക്കൂ, വിശപ്പും ദാഹവും അത് മാറാൻ വേണ്ടിയിട്ടാണ് മുനിയുടെ ആശ്രമത്തിലേക്ക് കയറിയത്. വിശപ്പും ദാഹവും മാറിയോ? ഇല്ല. ഇവിടെ ആ മുനിയുടെ കഴുത്തിൽ ചത്തപാമ്പിനെ കൊണ്ടിട്ടത് കൊണ്ട് തനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇല്ല. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ച് ചെയ്യണം എന്ന് കാണിക്കുകയാണ് പരീക്ഷത്തിൻ്റെ ഈ കഥയിലൂടെ. പക്ഷേ അപ്പോൾ അദ്ദേഹം ആലോചിച്ചില്ലെങ്കിലും പിന്നീട് അദ്ദേഹം നല്ല പോലെ ആലോചിച്ചു. അതാണ് അദ്ദേഹത്തിന് ഭാഗവതം കിട്ടാനുള്ള കാരണമായി മാറിയത്. അദ്ദേഹം ആലോചിച്ചു, ഞാൻ ചെയ്തത് ഒട്ടും തന്നെ ശരിയല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോണു, ഇനി ഭഗവാനെ ഭജിച്ചും കൊണ്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ മോഹിക്കുന്നു. അപ്പോഴേക്കും മുനികുമാരന്മാർ വന്ന് പരീക്ഷത്തിനെ വിവരമറിയിച്ചു. ശമീക മഹർഷിയുടെ പുത്രനായ ശൃംഗി അങ്ങേ ശപിച്ചിരിക്കുന്നു. ഇന്നേക്ക് 7-ാം നാൾ. ഇത് ലംഘിത മര്യാദ എന്നാണ്. മര്യാദ എന്ന് പറഞ്ഞ ഒരു അതിർത്തി. ആ മര്യാദ വിട്ട് പ്രവർത്തിച്ച ഇത് ആരാണെങ്കിലും അവിടെ 7 ദിവസത്തിനുള്ളിൽ മരണം എന്ന ശാപം. 7-ാമത്തെ ദിവസം മരണം എന്നറിഞ്ഞപ്പോൾ ഇനി ഏഴകളുടെ തോഴനായ ഏകാക്ഷരീപതിയായ ഭഗവാനെ ആശ്രയിക്കുക മാത്രമാണ് ഏകമായ ലക്ഷ്യമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പുത്രനായ ജനമേജയനെ വിളിച്ചു. ജനമേജയന് രാജ്യഭാരം ഏൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഗംഗാനദിയുടെ തീരത്ത് കിഴക്കോട്ട് തലയാക്കി വിരിച്ച ദർഭപുല്ലിൽ അദ്ദേഹം കാത്ത് ഇരിക്കുന്നു. അങ്ങനെ പരീക്ഷത്തിന് ഇങ്ങനെ ശാപം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ ശാപമോചനം കൊടുക്കാൻ ശക്തരായ ഭക്തോത്തമന്മാരായ നിരവധി ഋഷീശ്വരന്മാര് അവിടേക്ക് വന്നു. പക്ഷേ പരീക്ഷിത് അവരെയൊക്കെ സ്വീകരിച്ചിരുത്തിയിട്ട് എന്താ ചോദിച്ചത്? എങ്ങനെയാണെങ്കിൽ എനിക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും? ഈ ചോദ്യം കേട്ടപ്പോൾ അവിടെ ഉള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് ആർക്കും അറിയണില്ല. ആ സന്ദർഭത്തിലാണ് ഭഗവാന്റെ കല തന്നെ, ഭഗവാൻ തന്നെയായിരിക്കുന്ന ശ്രീ ശുബ്രഹ്മർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്ന് തന്നെയല്ല, അവിടെ വേണ്ട പോലെ അനുഗ്രഹിച്ചു. കാക്കൽ വീണ് നമസ്കരിക്കുകയാണ് പരീക്ഷിത്ത്. പരീക്ഷിത്ത് പറഞ്ഞു, ഭഗവാനെ, സത്യത്തിൽ ഈശ്വരൻ അങ്ങയുടെ രൂപത്തിൽ വന്നേക്കുകയാണ്. നമേ ഭക്തപ്രണശ്വരി, എൻ്റെ ഭക്തനൊരിക്കലും നാശമുണ്ടാവില്ല എന്ന് പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ആ ശിശുബ്രഹ്മർഷി പറഞ്ഞു, പ്രത്യക്ഷപ്പെട്ടിട്ട് ആ
പരീക്ഷത്തിന് പറഞ്ഞുകൊടുത്തു. പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മരണാസന്നനായിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും, നമ്മളൊക്കെ മരണാസന്നരാണ്. പക്ഷെ നമ്മൾ കുറേ കാലം കട്ടിൽ കിടന്ന് കഴിച്ചു കൂട്ടി കഴിഞ്ഞാലാണ് നമ്മൾ പറയുക എപ്പോൾ മരണാസന്നനായി എന്ന്. നമ്മളൊക്കെ മരണാസന്നരല്ലേ? ആലോചിച്ച് നോക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ അല്ലേ? അദ്യവാബ്ദ ശതാന്തേവ ദേഹേന ജായത്തെ മൃത്യുർജന്മവതാം വീര ദേഹേന സഹജായത്തെ എന്നാണ്. ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മരണം എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകണു എന്നേ ഉള്ളൂ. സത്യത്തിൽ നമ്മൾ മരിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കൂ. ജനിച്ചു, പിന്നെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ പിറന്നാളും നമ്മൾ മരണത്തിലേക്ക് അടുപ്പിക്കുകയാണ്. അത് തിരിച്ചറിയുന്ന ആളുകളാണ് യഥാർത്ഥ ഭക്തന്മാർ. ഇപ്പോൾ ഇവിടെ മരണാസന്നനായിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് എന്താണ് ഏറ്റവും വലിയ ഭാഗ്യം? ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അവസാനത്തിൽ ഭഗവത് സ്മൃതി ഉണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. അതിന് ഏറ്റവും യോജിച്ചതാണ് ശ്രീമദ് ഭാഗവതം. എൻ്റെ അച്ഛൻ ഏറ്റവും അവസാനം നിർമ്മിച്ച ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അധീതവാൻ ദ്വാപരാദോ പിതൃദ്വൈപായനാദഹം. ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് നേടിയെടുത്തതാണ് ഈ ശ്രീമദ് ഭാഗവതം. തദഹം തേഭിധാസ്യാമി. അങ്ങ് അത് കേട്ടോളൂ. അത് കേട്ടുകഴിഞ്ഞാൽ ഭഗവാനിൽ അനൽപമായ ഭക്തി ഉണ്ടാവും. അതിലൂടെ അങ്ങക്ക് ഈ മരണ ഭയത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും. ഇന്നലെ പറഞ്ഞു ഇല്ലേ, അവിദ്യ കൊണ്ട് മരണത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ മരണഭീതി ഇല്ലാതെയാവുക. നമുക്കൊക്കെയുള്ള വലിയൊരു പ്രശ്നമാണ് മരണത്തോട് വലിയ പേടിയാണ്. നമ്മളൊക്കെ പറയും എനിക്ക് മരിക്കാനൊന്നും മടിയില്ല എന്ന് പറഞ്ഞാലും മരിക്കാറായെന്ന് കേട്ട പേടിയോ. ഒരാൾ കിണറ്റിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കിണറിൻ്റെ അടുത്ത് പോയി വേഗം തിരിച്ചു വന്നു. അപ്പോൾ ചോദിച്ചു, വലിയ കാര്യമായിട്ട് മരിക്കാൻ പോയതാണല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറയാം, അതിനകത്തൊരു നീർക്കോലി കിടക്കുന്നുണ്ട്, അതെങ്ങാനും കടിച്ചാലോ എന്ന് പേടിച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥ. കല്യാണിക്കുട്ടിയമ്മ ദിവസവും ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ നിന്നെന്നെ കരകയറ്റേണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ വലിയ മഹാദേവൻ്റെ അമ്പലം, അത്ര വലിയ ശിവലിംഗം. അതിൻ്റെ പുറകിലിരുന്ന് മേശാന്തി എല്ലാ ദിവസവും ഇതിങ്ങനെ കേൾക്കും. പൂജയുടെ ഇടയിൽ ആ മാലയൊക്കെ ചാർത്താൻ പോണ സമയത്താണ് കല്യാണിമ്മ വരിക. ഗംഭീരമായിട്ട് പാടും, കണ്ണീരൊക്കെ ഇങ്ങനെ വരും, കരച്ചിലാണ്. വേഗം കൊണ്ടുപോണേ മടുത്തു. അപ്പോൾ മേശാന്തി അതിനകത്ത് നിന്നിട്ട് ഉറക്കെ പറഞ്ഞു, ഭക്തേ, നിന്റെ ആഗ്രഹം നാം മനസ്സിലാക്കുന്നു. കല്യാണിക്കുട്ടിയമ്മ ഞെട്ടി. ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ശബ്ദം. നാളെ കാലത്ത് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ അവിടേക്ക് വരുന്നതാണ്. ഇത് കേട്ടപ്പോൾ വീണൊരു നമസ്കാരം. എൻ്റെ മഹാദേവ, ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ, തമാശ പോലും അറിയാതെയായോ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ഈ നരകത്തിൽ നിന്ന് പോകാനുള്ള മോഹം. ഇതിൽ ജീവിക്കാൻ തന്നെയാണ് നമുക്കൊക്കെ ഇഷ്ടം. ഇവിടെ പറയുകയാണ്, അങ്ങക്ക് ആ ഭാഗവതം ഞാൻ ഉപദേശിച്ചു തരാം. മരണഭയത്തെ ഇല്ലാതെയാക്കുന്ന ശരണാഗതിയാകാൻ, ഭഗവാനിൽ ശരണാഗതിയായാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതിനുള്ള വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഭാഗവതത്തെ ഉപദേശിക്കാൻ തുടങ്ങുന്നത്. അപ്പം ഈ ഭാഗവതത്തെ ഉപദേശിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ഭക്തി വേണം, അതിന് ശക്തി വേണം. അതിനുവേണ്ടി സാക്ഷാൽ ശ്രീശു ബ്രഹ്മശ്രീ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച മഹാമന്ത്രം, അതിൻ്റെ പേരാണ് ശ്രീശുക സാരസ്വതം എന്നുള്ളത്. അങ്ങനെയുള്ള ശ്രീശുക സാരസ്വതം ജപിക്കുമ്പോൾ എന്താ പറയണത്? സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. അല്ലയോ ഭഗവാനെ, അവിടുന്ന് തന്നെ എൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന് എന്നെ അനുഗ്രഹിക്കണേ. നമുക്ക് ഓരോരുത്തർക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളതും അത് തന്നെയാണ്. ആ പ്രാർത്ഥനയാവട്ടെ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. ജീവിതത്തിൽ എന്നെന്നും രക്ഷ നൽകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.